മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന KPMS പൊതുസമ്മേളനത്തെ തുടർന്ന് ആലപ്പുഴ ബീച്ചിലെ കടകൾ പൂട്ടണമെന്ന പ്രചാരണം വ്യാജമെന്ന് CPIM ജില്ലാ സെക്രട്ടറി R. നാസർ. വേദിക്ക് സമീപമുള്ള ഏതാനും കടകൾ മാറ്റാനാണ് നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ വാഹനം കയറുന്ന ഭാഗത്തെ കടകൾ മാത്രമാണ് അടച്ചിടാൻ നിർദ്ദേശം. അത് സുരക്ഷയുടെ ഭാഗമെന്നും R. നാസർ വിശദീകരിച്ചു. കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളൊരു വാർത്ത കൊടുക്കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം കാര്യം മനസ്സിലാക്കിയിട്ട് പോലീസിന്റെ നോട്ടീസ് നമുക്ക് ഒരു നോട്ടീസ് വന്നിട്ട് മുഴുവൻ കടയടപ്പിച്ചു, ഇവിടെ 120 കടയടപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വല്ല ഈ വാർത്ത കൊടുത്തു നിങ്ങൾ. ഇന്നലെ ഇവിടെ വന്നുകൊണ്ട് അവർ ആ വൈകുന്നേരം ആയപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആരുടെ പോലീസുകാർ ഉദ്ദേശിച്ച് ചോദിച്ചു ഇതൊക്കെ അടയ്ക്കണമെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, വേറെ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഇവിടെ ഈ പറഞ്ഞ 2 കടയുണ്ടല്ലോ, ഇത് ഇന്നലെ ഞാൻ വന്നതാണല്ലോ, ഞാൻ വൈകുന്നേരം വന്നതാണ്. ഇവിടെ ഈ വഴിയില്ലായിരുന്നു, ആ വഴി ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നമാണ്. അപ്പൊ 2 കട ഇവിടുന്ന് മാറ്റണം, അതല്ല വേറെ ഒരു പ്രശ്നം. അതേ ഉള്ളു. വേറെ ഈ ഗ്യാസ് വയ്ക്കരുത്. വലിയ ഗ്യാസ് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും സെക്യൂരിറ്റി ഇല്ലാത്ത കടകളല്ലേ, അതിനകത്ത് ഗ്യാസ് വെച്ച് മുഖ്യമന്ത്രിയുടെ പരിപാടിയില്ല, സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതെങ്ങും അനുവദിക്കുന്നില്ല. വിവരങ്ങൾ നൽകാൻ ദേവൻ MP ആണ് ആലപ്പുഴയിൽ നമുക്കൊപ്പം ചേരുന്നത്. ദേവൻ, ഈ സൗത്ത് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ SHOയുടെ പേരിലുള്ള നോട്ടീസാണ് വ്യാപകമായ രീതിയിൽ പ്രചരിച്ചിരുന്നത്. ആ കടകൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ ഭാഗമായി ആ ഭാഗത്തെ ഒരു കട അടയ്ക്കണം എന്നുള്ള ഒരു നോട്ടീസാണ് വ്യാപകമായ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ പോലീസിനെ ഈ വിധത്തിൽ ഒരു ഉത്തരവ് നൽകുന്നതിന് അധികാരമില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. അതിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ സംസ്ഥാന ആഭ്യന്തര സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറക്കണമെന്നാണ് ചട്ടമായി നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുമ്പോൾ പോലീസാണല്ലോ നോട്ടീസ് നൽകിയത്. പോലീസ് എന്താണ് പറയുന്നത്? ബിനിൽ, ഇത് സംബന്ധിച്ച് അല്പം മുമ്പ് ആലപ്പുഴ SP മോഹനചന്ദ്രൻ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്വാഭാവിക നടപടി മാത്രമാണെന്നാണ് SP-യുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രതികരണവും. ഈ ബീച്ചിനോട് സമീപം ഈ ആലപ്പുഴ ബീച്ചിലാണ് ഇന്ന് KPMS-ന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് പൊതുസമ്മേളനം നടക്കുന്നത്. വൈകുന്നേരം 6 മണിയോട് കൂടി തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ബീച്ചിനോട് സമീപം, ഈ സ്റ്റേജിനോട് സമീപം തന്നെ നിരവധി കടകൾ, ചെറുതും നിരവധി കടകൾ അവിടെ ഉണ്ട്. വൈകുന്നേരങ്ങളിൽ ചായയും മറ്റുമൊക്കെ വിൽക്കുന്ന ചെറിയ കടകളാണ് അവയെല്ലാം തന്നെ. അത് സ്റ്റേജിനോട് സമീപം തൊട്ട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വൈകുന്നേരം മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ സുരക്ഷയുടെ ഭാഗമായി അത്തരം കടകൾക്ക് അടച്ചിടാനുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതും ഈ സ്റ്റേജിനോട് ചേർന്നുള്ള കടകൾക്ക് മാത്രമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് SP നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 38 കടകൾക്കാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ 27 കടകൾ ഈ സ്റ്റേജിനോട് ചേർന്ന് നിൽക്കുന്നത്. 11 കടകളിൽ ഈ ഗ്യാസ് സിലിണ്ടർ, ഈ കൊമേഴ്സ്യൽ ഗ്യാസ് സിലിണ്ടർ അല്ലാതെ ഈ ഗാർഹിക ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകളുണ്ട്. ഇത്തരത്തിലുള്ള ഈ 11 കടകൾക്കും ചേർന്ന് മൊത്തം 38 കടകൾക്കാണ് ഇത്തരത്തിൽ ഈ അടച്ചിടാൻ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ് SP നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയ ഒരു മുൻകരുതൽ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ന് വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ, KPMS-ന്റെ പൊതുസമ്മേളനത്തിൽ പ്രവർത്തകരടക്കം ഏകദേശം 50,000-ലധികം പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്രയും വലിയൊരു ജനക്കൂട്ടം വരുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ ഈ വരുന്ന ജനപ്രതിനിധികളുടെയും ഒപ്പം തന്നെ ജനങ്ങളുടെയും എല്ലാം സുരക്ഷ മുൻകരുതിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ വ്യാപാരികൾ പറയുന്നത് ഇത്തരത്തിൽ ഈ സ്റ്റേജിന് സമീപമുള്ള കടകൾ മാത്രമല്ല, ബീച്ചിലെ മുഴുവൻ കടകളും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, വൈകുന്നേരം നടക്കുന്ന പരിപാടിക്ക് ഇന്നലെ രാത്രി തന്നെ ഈ നോട്ടീസ് നൽകിയും ഇന്ന് രാവിലെ മുതൽ തന്നെ കടകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയതായും പറയുന്നുണ്ട്. അത് അവരുടെ ബിസിനസ്സിനെ അല്ലെങ്കിൽ വ്യാപാരത്തെ ബാധിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഈ വ്യാപാരികൾ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഇത് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. സുരക്ഷയുടെ ഭാഗമായി ഒരുക്കിയ ഒരു മുൻകരുതൽ മാത്രമാണ് ഈ കടകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള പോലീസ് ആക്ടിലെ 83-ാം വകുപ്പ് പ്രകാരം 2021 നോട്ടിഫൈ ചെയ്തിട്ടുള്ള വകുപ്പ് പ്രകാരം സംസ്ഥാന പോലീസ് മേധാവി ഇതൊരു അതീവ സുരക്ഷാ മേഖലയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇത്തരം നടപടികൾ നിയമവിരുദ്ധമാണ് എന്ന് ഒരു ഭാഗത്ത് ആരോപണം ഉയരുകയാണ്. പക്ഷേ സുരക്ഷാ കാരണങ്ങളാൽ ഈ വിധത്തിലുള്ള നടപടികളിലേക്ക് പോയി എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ ന്യായീകരണവും പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദേവൻ MP.